കൊട്ടാരക്കരയിൽ MC റോഡും പുലമൺ തോടും സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പരാതിയിൽ നടപടികൾ തുടങ്ങി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് നടപടി. അതേസമയം സ്ഥലത്തെത്തിയ താലൂക്ക് സർവേയർ അളവ് നടപടികൾ പൂർത്തീകരിക്കാതെ മടങ്ങിയത് പ്രതിഷേധത്തിനിടയാക്കി. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം പ്രദേശത്തെ കയ്യേറ്റങ്ങളാണെന്ന ആക്ഷേപം കാലങ്ങളായുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനകീയ സമരസമിതി രൂപീകരിച്ച കൊട്ടാരക്കരയിലെ ഒരു വിഭാഗം നിയമപോരാട്ടവും നടത്തിവരികയാണ്. ഇതിനിടെയാണ് സ്വകാര്യ വ്യക്തി MC റോഡ് കയ്യേറി ഗേറ്റ് സ്ഥാപിച്ചെന്ന് കാണിച്ച് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കുഞ്ഞുമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. സർവേ നിയമപ്രകാരം ഒരു സർക്കാർ ഭൂമിയുള്ള സ്ഥലത്ത് സ്വകാര്യ ഭൂമി ഉണ്ടെങ്കിൽ സർക്കാർ ഭൂമി ആദ്യം അളന്നു തിരിക്കണം. അളന്നു തിരിച്ചാൽ സർക്കാർ ഭൂമിയാണോ കയ്യേറ്റിയതെന്നുള്ളത് അന്നേരം വ്യക്തമല്ലേ. നടപടി എടുത്തിട്ട് ഇതിന് വർഷങ്ങളായിട്ട് ഞാൻ 16 വർഷമായിട്ട് പഴയ കൊല്ലഞ്ചങ്കോട്ട് കയ്യേറിയതിന് ഇദ്ദേഹമായിട്ട് തന്നെ ഈ ഷിബു അനുസരിച്ച് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക. പരാതിയുടെ അടിസ്ഥാനത്തിൽ KSEB അധികൃതർ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കത്ത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സർവേയർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ അതിർത്തി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ കല്ലിടും. പുറമ്പോക്ക് ഏരിയയിൽ എവിടെങ്കിലും ആരെങ്കിലും കയ്യേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവർ സ്വമേധയാ ഒഴിവാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കേണ്ടി വരും. അതേസമയം രേഖകളിലടക്കം കയ്യേറ്റം വ്യക്തമായിട്ടും താലൂക്ക് സർവേയർ സാങ്കേതികത നിരത്തി അളവ് നടപടികൾ പൂർത്തീകരിക്കാതെ മടങ്ങിയെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇതേ വ്യക്തി തന്നെ കൊല്ലം ചെങ്കോട്ട റോഡിന്റെ ഭാഗങ്ങൾ കയ്യേറിയതായുള്ള പരാതികളിലും നിയമപോരാട്ടം തുടരുകയാണ്. 24 കൊട്ടാരക്കര.